പൂരാട നക്ഷത്രക്കാർക്ക് വളരെ പതുക്കെ മാത്രം കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. ശനി 4-ലാണെന്നറിയാലോ. 7.5 ശനിയൊക്കെ കഴിഞ്ഞ ക്ഷീണമൊന്നും മാറിയിട്ടില്ലെങ്കിലും വീടിൻ്റെ നാലിലെ ശനി സഞ്ചരിക്കുന്ന കാലമാണ്. തുടക്കത്തിൽ ധാരാളം ഈ 2026 തുടക്കത്തിൽ ധാരാളം സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരാം. വിദ്യാഭ്യാസ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ വിജയത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ പലതരത്തിലുള്ള സെവറൽ ഇഷ്യൂസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ബിസിനസ്സിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും വ്യക്തി ജീവിതത്തിലൊക്കെ ആണെങ്കിലും അതിനെയൊക്കെ നല്ല ഉപദേശവും ജാഗ്രതയും നല്ല അഭിപ്രായ സമന്വയവും കൊണ്ട് നിങ്ങൾക്ക് കവർ ചെയ്ത് പോകാനായിട്ട് ചലഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയൊക്കെ വന്ന് ചേരാനായിട്ട് കൂടുതൽ അശ്രാന്ത പരിശ്രമം ചെയ്യേണ്ടതായിട്ട് വരാം. ഫിനാൻഷ്യൽ ഡിസ്പ്യൂട്ടൊന്നും ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പണം കടം കൊടുക്കലും വാങ്ങലുകളും, പണം ഒരാളിൽ നിന്ന് വാങ്ങി മറ്റൊരാൾക്ക് കൊടുക്കുന്നത്, നിങ്ങൾ മധ്യസ്ഥരായിട്ട് പണം കടം വാങ്ങിക്കുന്നതും കൊടുക്കുന്നതുമൊക്കെ നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. പോസിറ്റീവായ പല സന്ദർഭങ്ങളും നിങ്ങൾക്ക് ചുറ്റുപാടുകൾ ഉണ്ടാകാമെങ്കിലും അതിനെ കണ്ടെത്തി അതിന് വേണ്ട വിധത്തിൽ പ്രയോഗിക്കുന്നത് കൊണ്ട് വർഷാവസാനത്തോടുകൂടി നിങ്ങൾക്ക് നല്ലൊരു വിജയം പ്രതീക്ഷിക്കാം. ബിസിനസ്സുകാർക്ക് ലാഭം വന്നു ചേരുന്നതാണ്. കർമ്മരംഗത്ത് ഉദ്യോഗാർത്ഥികൾക്ക് വിജയം കാഴ്ചവെക്കാനും അതുപോലെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ നല്ല രീതിയിലുള്ള ആവിഷ്കാരങ്ങൾ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്താൻ പറ്റിയ ഒരു വർഷമാണ് ഈ 2026 എന്നുള്ളത്. ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ മേലധികാരികളുടെയൊക്കെ ഒരു ഇഷ്ടക്കേട് അപ്രീതിയൊക്കെ വന്നു ഭവിക്കുന്നതാണ്. രാഹുവിൻ്റെ 3-ലും കേതുവിൻ്റെ 9-ലുള്ള ഗോചരം നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബാങ്ക് ലോണുകളോ ലോട്ടറികളോ പൈതൃക സ്വത്തുക്കളൊക്കെ കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടാൻ യോഗം കാണുന്നു. ഈ വർഷം അവസാനം നല്ല ഒരു സന്തോഷവും സമാധാനവും ലഭിക്കാനായിട്ട് കൃഷ്ണന് ഭാഗ്യസൂക്തം വഴിപാട് 41 ദിവസം ചെയ്യുകയോ ഭാഗ്യസൂക്തം പാരായണം ചെയ്യുകയോ ചെയ്യുന്നത് ഉത്തമമായിരിക്കും.